ആ സത്യനാ, വാ. ആ വാ, ഇരിക്കേ. ഇന്നലത്തെ സംഭവം അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും വൈകിട്ട കാര്യം ഭയങ്കര കഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ, എന്തായാലും ഭയങ്കര കോമഡിയായി. അത് ശരിയാണ്. എന്ത് പറ്റി സുധാര? ഒരു വല്ലായ്മ, എന്തോ മൂടൗട്ടായിട്ട് പോലെ എനിക്ക് തോന്നുന്നു. എന്ത് പറ്റി? അതല്ല, സംതിങ് പ്രശ്നമുണ്ട്. ഇങ്ങനെ മൂടൗട്ടായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്നുമില്ല. നമ്മളുണ്ടല്ലോ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ഒരു സഹായവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്താ തനിക്ക് പറ്റിയത്? ഇപ്പൊ എന്താ പ്രശ്നം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 5-6 മാസം മുൻപ് നമ്മുടെ താഴത്തെ രമേശില്ല, അയാൾക്ക് എന്തോ ഒരു എമർജൻസിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോ കാര്യമൊന്നും പറഞ്ഞില്ല. ഉടനെ തന്നെ 10 ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആളെ കാണാനുമില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുകയില്ല. അവസാനം പിന്നെ ഞാൻ ഒരു ദിവസം അയാൾക്ക് വീട്ടിൽ പോയപ്പോൾ പുള്ളി പറയാണ്, ഞാൻ പൈസ തരും, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇയാൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് വേറൊരാളിൽ നിന്നാണ്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ. അപ്പോൾ ആ സുഹൃത്ത് ഇപ്പോൾ എന്നോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയാളെ മുന്നിലും ഞാൻ ആകെ നാണം കിട്ടും. അവസാനം പിന്നെ പലിശക്ക് പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഞാനിപ്പോൾ അതെടുത്തിട്ട് അയാൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അയാൾ കാണാനുമില്ല, എപ്പോഴാണ് കിട്ടുമെന്ന് അറിയില്ല. തൻ്റെ ആത്മാർത്ഥത കൊണ്ട് താനത് കൊടുത്തു. എന്നാൽ രമേശന്റെ ആത്മാർത്ഥ ഇല്ലായ്മ കാരണം തനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. ഇതാണ് മനുഷ്യരുടെ രീതി. ആത്മാർത്ഥം ഉള്ളവർ അത് പാലിക്കും, ആത്മാർത്ഥം ഇല്ലാത്തവർ ഇത്തരത്തിൽ ചെയ്യും. ഇത് കലികാലമാണ് സുഹൃത്തെ. ഇങ്ങനെ പലതും സംഭവിക്കും. ഇതിലൊരു തമാശയുണ്ട്. നമ്മൾ ആരെങ്കിലും സഹായിച്ചാലും നമ്മൾ ശത്രുക്കളാണ് അവരുടെ. നമ്മളെ സഹായിച്ചില്ലെങ്കിലും നമ്മൾ ശത്രുക്കളാണ്. ഇതാണ് ഇന്നത്തെ കാലം. ഇതൊക്കെ ആരോ